ഞായറാഴ്ച വിഷു ദിവസം നല്ലൊരു പ്ലസന്റ് എപ്പിസോഡായിരുന്നു ഇന്നലെ. ആദ്യം തന്നെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ റിസൾട്ടാണ് മോഹൻലാൽ പറഞ്ഞത്. ഇത്തവണ വോട്ടിംഗിലൂടെയാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരുന്നത്. സ്ഥാനാർത്ഥികളായി വന്നത് നന്ദന, ജിൻഡോ, ശ്രീതു, ഗബ്രി, ശ്രീരേഖ, അഭിഷേക് എന്നിവരായിരുന്നു. ജിൻഡോ ആണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ഇപ്രാവശ്യത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജിൻഡോ പറഞ്ഞത് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ക്യാപ്റ്റൻസി ആകുമെന്നാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി കുറച്ച് റൂഡാകുമെന്നാണ്. എന്തായാലും കണ്ടറിയാം. പിന്നെ മോഹൻലാൽ പൊക്കിയത് ജാസ്മിനെയാണ്. ഇന്നലെ പോകുന്നതിന് മുമ്പ് മോഹൻലാൽ പറഞ്ഞിരുന്നു, ഇന്ന് ജാസ്മിനും ഗബ്രിയോടും ജാൻമണിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അതുപോലെ തന്നെ ലാലേട്ടൻ ജാസ്മിനെ ഇട്ടൊന്ന് കുടഞ്ഞു. ജാസ്മിൻ തത്ത പറയുന്നത് പോലെ എല്ലാം പറയുകയും ചെയ്തു. ഭയങ്കര സങ്കടത്തിലാണ്, മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. എന്തു പറ്റി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്തു പറ്റിയെന്ന്. അതെ, ജാസ്മിൻ ഭയങ്കര സ്മാർട്ടായിരുന്നു. പിന്നെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, വൈൽഡ് കാർഡ് വന്നപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലായി ജാസ്മിൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പുറത്തു പോകുന്നത് എന്ന്. അത് സായി ഉദ്ദേശിച്ചാകും പറഞ്ഞത്. സായി ആണല്ലോ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിന് വന്ന് കൊട്ടിക്കൊടുത്തത്. ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ലാലേട്ടനും ബിഗ് ബോസിനും ഇതൊന്നുമല്ല അറിയേണ്ടത്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഏത് തരം റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ എന്നുള്ളതാണ്. അതായത് പ്രേക്ഷകർക്കുള്ള ചോദ്യം മോഹൻലാൽ ചോദിക്കുന്നു, ജാസ്മിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ കളിക്കുന്നത്, ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നാണോ കളിക്കുന്നത്? ഈ ചോദ്യത്തിന് ജാസ്മിൻ കിടന്ന് ഉരുളുകയായിരുന്നു. അത് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ഓപ്പണായി ചോദിച്ചു, ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ജാസ്മിന് കൺഫ്യൂസ്ഡ് ആണോ എന്നൊക്കെ. ഗബ്രി ജാസ്മിനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ? അവരുടെ കുറച്ച് വീഡിയോസ് തന്നെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ലാലേട്ടൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു. അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, രണ്ടാളും കൂടി നൈസായിട്ട് നാട്ടുകാരെ പറ്റിക്കുകയാണ്. അങ്ങനെ തലങ്ങും വിലങ്ങും ഓരോന്നും ചോദിച്ചു. അവസാനം ജാസ്മിന് പറയേണ്ടി വന്നു, ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട്, അത് പ്രണയത്തിൽ എത്തിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ജാസ്മിന്റെ വാദം. പക്ഷേ ഗബ്രി ഒന്നും മറുപടി പറഞ്ഞില്ല. ലാലേട്ടൻ ഹാപ്പിയായി. ലാലേട്ടൻ എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടിക്കഴിഞ്ഞു. ലാലേട്ടൻ ഹാപ്പി, ബിഗ് ബോസ് ഹാപ്പി, പ്രേക്ഷകർ ഹാപ്പി. പക്ഷേ മനസ്സിലാവുന്നത് ഇപ്പോൾ ജാസ്മിൻ ആണ് കുടുങ്ങിയിരിക്കുന്നത് എന്ന്. കളിച്ച് ജാസ്മിന്റെ കളി സീരിയസ് ആയി. ഗബ്രി ജാസ്മിനെ കൺഫ്യൂഷൻ ആക്കുന്നുമുണ്ട്. ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ ഇമോഷണലി ഡൗൺ ആയത് കാരണം ഗബ്രി അല്ല എന്ന്. പക്ഷേ ഗബ്രി ഒറ്റൊരാൾ കൊണ്ട് മാത്രമാണ് ജാസ്മിൻ ഈ നിലയിലായത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, ജാസ്മിന് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ സുഖമായി കപ്പടിക്കുമായിരുന്നു. അത്രയും സ്ട്രോങ് ആണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന കഴിവുള്ള ഒരു കുട്ടിയാണ് ജാസ്മിൻ. ഗബ്രി വിരിച്ച വലയിൽ ജാസ്മിൻ പതിയെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. For more videos, share and subscribe my channel.